ഇന്നലെ ഒരു പ്രോമിസ് ചെയ്തായിരുന്നു, മിനിഞ്ഞാന്നൊരു പ്രോമിസ് ചെയ്തായിരുന്നു. എല്ലാം ഇന്ന് തീർത്തിട്ടേ വിടത്തുള്ളൂ. ഹലോ. ആ കേക്കാം. എനിക്ക് നെറ്റ് പോയത്തില്ല, അവിടെ നെറ്റ് പോയത്തില്ല. കേക്കാം. എനിക്ക് പാട്ട് അറിയത്തില്ല സത്യം. രണ്ട് വരി ഒന്ന് പാടിക്കേ. എനിക്ക് അറിയത്തില്ല. ചുമ്മാ ഞാൻ കോൺഫിഡൻസ് തരാം. എന്നെ ഇങ്ങനെ നോക്കിക്കേ. ചിരിക്കല്ലേ. ബ്രൈറ്റ്നസ് കൂടുതല. ഫിൽറ്റർ വല്ല എത്തുന്നുണ്ടോ? ഫിൽറ്റർ വല്ല യൂസ് ചെയ്യുന്നുണ്ടോ? ആ ഇത്തിരി സുന്ദരിയാവാന്. ഓ മൈ ഗാഡ്, വാണി വിശ്വനാഥിനെ അതേ കൂട്ട് തന്നെ എടുത്ത് വെച്ചിരിക്കുന്നു. മൈ ഗാഡ്, വാണി വിശ്വനാഥ് ഇങ്ങനെ തന്നെ. വാണി വിശ്വനാഥിനെ അറിയത്തില്ലേ? ഞാനൊരു കാര്യം പറയട്ടെ. ഇതിപ്പം എത്രാത്ത നിലയിലാ നിൽക്കുന്നേ? അവിടെ നിങ്ങൾ ചാടാവോ? അല്ല, വാണി വിശ്വനാഥിനെ അറിയാത്തവരെ എനിക്കെങ്ങനെ വേണം? എനിക്ക് വേണ്ട. വാണി വിശ്വനാഥ് ആരാന്ന്? മൈ ഗാഡ്, നിങ്ങളെല്ലാരും ഈ എന്തുവാ മഞ്ജു വാര്യറിനെ എന്താ വിളിക്കുന്നേ? അല്ല, വേറെ ഏതാണ്ട് ഒരു പേര് വിളിക്കില്ല. എന്തോ ലേഡി എന്നാ വിളിക്കുന്നേ? ആ സൂപ്പർ സ്റ്റാർ ലേഡിയോ എന്തോ ഏതാണ്ട് പറയല്ലോ. ആ അപ്പൊ അതിനെക്കാട്ട് മുമ്പുള്ള ആളാണ് ഈ വാണി വിശ്വനാഥ്. അറിയോ? വാണി വിശ്വനാഥ് കൽപ്പന അല്ലടി, ഐശ്വര്യ റായ്. ദൈവമേ, വാണി വിശ്വനാഥിനെ അറിയത്തില്ല പോലും. മൈ ഗാഡ്, ഇപ്പൊ ഒന്ന് കഴിച്ചില്ലെന്നല്ലേ പറഞ്ഞേ? അത് അവിടെ തന്നെ ഇരുന്നോട്ട്, ഈച്ച കയറി പോയാലും കഴിക്കണ്ട. ഈ വാണി വിശ്വനാഥ് നിനക്ക് അറിയത്തില്ല? ഈ വിശ്വ മ്യൂസിക്കിന്റെ അരികിലാണ്. നിന്റെ തിരുനടയിൽ തുളസിക്കാതിയായി ആരും അറിയാതെ ഞാൻ അങ്ങ് തള്ളി ചാത്തിടൂ. ഓക്കെ, ഞാൻ ഇനിയും പറയാം. മാന്നാർമത്തെ സ്പീക്കിംഗ് കണ്ടിട്ടുണ്ടോ? അതിനകത്തൊരു പെണ്ണിനെ അറിയാവോ? അതാണ് ഈ വാണി വിശ്വനാഥ്. അതങ്ങനെ പറഞ്ഞാ പോരെ. നിന്റെ തിരുനടയിൽ ഞാനിനി വരില്ല.